അമ്മയാകുന്നത് കരിയറിന് തടസ്സമാണോ? അമ്മയാകുന്നത് ഒന്നിനും ഒരു തടസ്സമല്ലെന്ന് കാണിച്ചു തന്ന ആൻ ഫ്രൈസർ, സെറീന വില്യംസ്, കിം ക്ലിഞ്ചസ്റ്റേഴ്സ്, അലിസൺ ഫെലിക്സ് തുടങ്ങിയ കായിക താരങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാം. ഇവർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇവരെല്ലാം ലോകത്തിന് മുന്നിൽ അറിയപ്പെട്ടത്, പ്രശസ്തരായത് എല്ലാം ഒരമ്മയായതിനു ശേഷമാണ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പേരുകൾ കേട്ടപ്പോൾ ഇത് അങ്ങ് അമേരിക്കയിലും ജർമ്മനിയിലുമൊക്കെയല്ലേ എന്ന് നിങ്ങൾ ഓർത്തു കാണും. ഒരു കൈകൊണ്ട് തങ്ങളുടെ കരിയറിനെ താങ്ങി നിർത്തുമ്പോൾ മറു കൈകൊണ്ട് ദൈവം തനിക്കായി നൽകിയിരിക്കുന്ന വലിയ നിധിയായ മക്കളെയും മാറോട് ചേർക്കുന്ന നിരവധി അമ്മ പ്രൊഫഷണലുകൾ. അത്തരത്തിൽ മാതൃത്വവും പ്രൊഫഷനും ഒരുപോലെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യാന്തര ബാസ്കറ്റ്ബോൾ താരവും ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ടീം ക്യാപ്റ്റനുമായിരുന്ന ജീന. എന്റെ ബാസ്കറ്റ്ബോളിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടായത്, അല്ലെങ്കിൽ സർപ്രൈസിംഗ് ആയിരുന്നു. ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ടീമിലെ അമ്മ മനസ്സ്. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല സമയത്താണ് ദൈവം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ തന്നതെന്ന് തോന്നുന്നു. 4 തവണ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ടീം ക്യാപ്റ്റനായിരുന്ന ജീനയുടെ ജീവിത വഴിത്താരയിലൂടെ ഒരു യാത്ര. നാല് തവണ ഇന്ത്യൻ ക്യാപ്റ്റനും തുടർച്ചയായി 7 വർഷം ഇന്ത്യൻ സീനിയർ ടീമിൽ അംഗവുമായിരുന്നു ജീന. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ ജീനയില്ലാതെ കേരളം മത്സരത്തിനിറങ്ങിയത് ഒരേ ഒരു തവണ മാത്രമാണ്. 2019 സാഫ് ഗെയിംസിൽ ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ ഇന്ത്യ സ്വർണം നേടിയപ്പോൾ ജീനയായിരുന്നു ക്യാപ്റ്റൻ. എൻ്റെ പേര് ജീന. ഞാൻ ഒരു ഇന്റർനാഷണൽ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ്. ഒരു 4 തവണ ഞാൻ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിരുന്നു. സാഫ് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും ഒക്കെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിരുന്നു. എൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് വയനാടാണ്, വയനാട്ടിലെ പടിഞ്ഞാറത്തറ. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട് ചാലക്കുടിയിലാണ്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് വൈദ്യുതി ഭവനിലാണ്, KICB-യിലാണ്. തൃശൂർ ജില്ലയിലെ ചാലക്കുടി മേലൂർ സെന്റ് ജോസഫ് ഇടവകയിലെ മാളിയേക്കൽ വീട്ടിൽ ജാക്സന്റെ ഭാര്യയും 1.5 വയസ്സുകാരൻ ഡേവ് എന്ന് വിളിക്കുന്ന ലൂക്കിന്റെ അമ്മയുമാണ് ജീന. തൻ്റെ കരിയറിനും മാതൃത്വത്തിനും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീന തൻ്റെ ജീവിതത്തിൻ്റെ കോർട്ടിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബാസ്കറ്റ്ബോളിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടായത്, അല്ലെങ്കിൽ സർപ്രൈസിങ് ആയിരുന്നു. ഒരിക്കലും ഒരു സ്പോർട്സിലേക്ക് വരിക എന്നൊന്നും എനിക്കൊരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയാം, വീട്ടിലാരും സ്പോർട്സ് ഫീൽഡിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഞാനൊരു പുസ്തകപ്പുഴു എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഞാൻ കൂടുതൽ പഠിക്കുക, ആ സൈഡിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു. പിന്നെ ഹൈറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാവരും സ്പോർട്സ് ചെയ്യാനൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുമെങ്കിലും ഞാനൊരു 6th വരെയൊന്നും സ്പോർട്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ ആ ഒരു സമയത്ത് എൻ്റെ സ്കൂളിൽ, ഞാൻ സെൻറ് മേരി സ്കൂളിലാണ് പഠിച്ചത്, തരിയോട്. ആ സമയത്ത് അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഒരു സിസ്റ്റർ ആയിരുന്നു, സിസ്റ്റർ സബീന സിസ്റ്ററാണ് ഇതിലേക്ക് വാ ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരും. ശരിക്കും ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. എനിക്കൊട്ടും താല്പര്യം ഉണ്ടായില്ല. പക്ഷെ വൺസ് വന്നു കഴിഞ്ഞപ്പോൾ എത്രത്തോളം രസമാണ്, അല്ലെങ്കിൽ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റും എന്നൊക്കെ അറിഞ്ഞപ്പം അങ്ങനെയാണ് ഇതിൽ തന്നെ നിൽക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ 6th മുതൽ തുടങ്ങി. പിന്നെ 7th കഴിഞ്ഞ് 8th ഒക്കെ ആയപ്പോഴത്തേക്കും കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിലേക്ക് ഞാൻ സെലക്ഷൻ ട്രയൽസിന് ഇറങ്ങുകയും അവിടെ സെലക്ഷൻ കിട്ടുകയും ചെയ്തു. അവിടെ ചെല്ലുന്നത് വരെ ബാസ്കറ്റ്ബോൾ എന്താണെന്നോ അങ്ങനെ ഒരു ഗെയിം ഉണ്ടെന്ന് തന്നെ എനിക്ക് അറിയത്തില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സുമന ടീച്ചർ എന്നെ ബാസ്കറ്റ്ബോളിലേക്ക്, അതിൻ്റെ ബാലപാഠങ്ങളൊക്കെ സുമന ടീച്ചറും മനോജ് സാറുമാണ് പഠിപ്പിച്ചത്. അന്ന് അവിടുത്തെ അത്ലറ്റിക് കോച്ച് ടോമി സാറാണ് ജീന ബാസ്കറ്റ്ബോളും കൂടി ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ അതിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ ആദ്യം ഒരു ഹൈ ജമ്പർ ആയിരുന്നു. പിന്നെ അതിലേക്ക് മാറ്റി വിടുന്നത് ടോമി സാറും സുമന ടീച്ചറും ഒക്കെ കൂടിയാണ്. അതിനുശേഷം അവിടുന്ന് 9ാം ക്ലാസ്സിൽ വെച്ച് തന്നെ നമ്മുടെ കേരള ടീമിനെ റെപ്രസെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ത്യൻ ക്യാമ്പിൽ വെസ്റ്റ് ബംഗാളിൽ 1-2 ക്യാമ്പുകളൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പം ആ ഒരു ലെവലൊക്കെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഇതാണ് എൻ്റെ വഴി എന്നുള്ളത് എനിക്ക് തോന്നി. പിന്നെ എല്ലാവരും ഒത്തിരി സപ്പോർട്ടായിരുന്നു. ഫാമിലി ആണെങ്കിലും സ്കൂളിലെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് എല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്കൂളിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ കണ്ണൂർ തന്നെ വിമൻസ് കോളേജിൽ ഞാൻ ജോയിൻ ചെയ്തു ഡിഗ്രിക്ക്. അത് കഴിഞ്ഞ് 2nd ഇയർ ആയിരുന്നപ്പം എനിക്ക് KICB-യിൽ ജോലി കിട്ടി, സ്പോർട്സ് കോട്ടയിൽ. അത് ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ആയിരുന്നു. അങ്ങനെ സ്പോർട്സ് കോട്ടയിൽ ജോലി കിട്ടി. അങ്ങനെ 2013 ഞാൻ KICB-യിൽ ജോയിൻ ചെയ്യുന്നത്. അതിന് മുമ്പ് മുതലേ ഞാൻ ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്.
ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 19 തവണ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് പല വിഭാഗങ്ങളിലായിട്ട്. യൂത്ത്, ജൂനിയർ, സീനിയർ, അങ്ങനെ പല വിഭാഗങ്ങളിൽ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യം, ഓസ്ട്രേലിയയിലെ ഒരു ലീഗ് കളിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു ഇന്ത്യക്കാരി, അത് ഗീതു ചേച്ചി എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരി മാത്രമാണ് ഇതിനു മുമ്പ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സെക്കൻഡ് ഇന്ത്യൻ വുമൺ ആയിട്ട് അവിടെ പോകാനും റിംഗ്വുഡ് ഹോക്സ് എന്ന് പറയുന്ന മെൽബണിലെ ഒരു ടീമിന് വേണ്ടിയിട്ട് ഒരു 6 months അവർക്ക് വേണ്ടി കളിക്കാനും ഒക്കെയുള്ള ഒരു ഭാഗ്യവും ദൈവം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമാണ് എൻ്റെ കല്യാണം നടക്കുന്നത്. 2019 കല്യാണം. കൊറോണ സമയത്തായിരുന്നു കല്യാണം കഴിഞ്ഞു. 2019 ഉടനെ തന്നെ, അതായത് 2019 തന്നെ ക്യാരിങ് ആവുകയും 2020 ദൈവം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരികയും ചെയ്തു. ഒരു സ്പോർട്സ് താരത്തെ സംബന്ധിച്ചിടത്തോളം ഗർഭകാലവും പ്രസവവും ഏൽപ്പിക്കുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ വളരെ വലുതായിരുന്നു. ഇവിടെയാണ് ജീന മാതൃകയാകുന്നത്. കരിയറിനു വേണ്ടി കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നവർക്കുള്ള മറുപടിയായിരുന്നു ജീന. കുഞ്ഞു തൻ്റെ കരിയറിനെ പ്രതികൂലമായി ബാധിക്കില്ല എന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. ഒരു കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം ഫിറ്റ്നസ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സത്യത്തിൽ കുഞ്ഞ് ഡേവ് ഉള്ളിലുണ്ട് എന്നറിഞ്ഞപ്പോൾ സന്തോഷവും ആശങ്കയും സമ്മാനിച്ചിരുന്നു. എന്നാൽ ആ കാലഘട്ടം ജീന ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. അപ്പം ആ ഒരു ക്യാരിങ് ആണെന്ന് അറിഞ്ഞ ആ ഒരു സമയത്ത് എല്ലാവരെയും പോലെ തന്നെ, കാരണം കരിയറിൽ ഏറ്റവും ഒരു പീക്കിൽ നിൽക്കുന്ന സമയമായിരുന്നു. ലീഗ് കളിച്ച് തിരിച്ചു വന്ന് നിൽക്കുന്നു, അതുപോലെ ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിട്ട് നിൽക്കുന്നു, അതുപോലെ സീനിയർ നാഷണൽസിൽ ഇന്ത്യയിലെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് നിൽക്കുന്നു. ആ ഒരു സമയത്താണ് ക്യാരിങ് ആവുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ആദ്യം അറിഞ്ഞപ്പം ഇച്ചിരി ഒരു ടെൻഷനും നെർവസ് ആയിരുന്നു ശരിക്കും. പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല സമയത്താണ് ദൈവം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ തന്നതെന്ന് തോന്നുന്നു. കാരണം കൊറോണ കാരണം കുറേയേറെ ടൂർണമെൻറ്റുകൾ നടക്കാതിരിക്കുകയും ഒക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അധികം ഒന്നും എനിക്ക് മിസ്സായിട്ടില്ല. ആകെ എനിക്ക് തോന്നുന്നു ഒരു ഇൻ്റർനാഷണൽ ഇവൻറ്റും ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പും മാത്രമാണ് എനിക്ക് മിസ്സായിട്ടുള്ളൂ. അപ്പം ഒരിക്കലും മേ ബി കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് കുഞ്ഞുണ്ടായിരുന്നതെങ്കിൽ ചിലപ്പോൾ ഞാൻ കുഞ്ഞുണ്ടായതിനു ശേഷം തിരിച്ച് ഈ ഫീൽഡിലേക്ക് വരത്തില്ലായിരുന്നു. പക്ഷെ പ്രതീക്ഷിക്കാതെ ഒരു സമയത്ത് ക്യാരിങ് ആവുകയും കുഞ്ഞുണ്ടാവുകയും ചെയ്തതുകൊണ്ട് തിരിച്ചു വരാൻ ഉള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. കാരണം ഞാൻ ഒട്ടും കളി സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. അപ്പോൾ ഗെയിം എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ അത് വെറും ഒരു ഗെയിം അല്ലേ എന്ന് തോന്നിയേക്കാം. പക്ഷേ ഒരു പ്രൊഫഷണൽ പ്ലെയർ എന്ന് പറയുമ്പം നമ്മുടെ ഒരു കരിയറാണത്. നമ്മൾ അത്രയും ഇഷ്ടത്തോടെ, എന്താ പറയുക, സ്നേഹത്തോടെയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഞങ്ങളുടെയൊക്കെ സാറുമാർ പറയാറുണ്ട്, നിങ്ങൾ ഈ കോർട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം, അല്ലെങ്കിൽ നിങ്ങളൊരു ടൂർണമെൻറ്റ് ജയിച്ച് കഴിയുമ്പോൾ ഒരു സന്തോഷം നിങ്ങൾ വേറെ എന്ത് അച്ചീവ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന്. അപ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലായത് ഞാൻ ഫീൽഡിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് അത്രയ്ക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷേ വൺസ് ഞാൻ ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എത്രത്തോളം ഒരു ലവ് ഫോർ ദ ഗെയിം ഉണ്ട്, അല്ലെങ്കിൽ ഇത് എത്രത്തോളം എന്നെ ഇത് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് ആ ഒരു ബ്രേക്ക് എടുത്തപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ബ്രേക്കിന് ശേഷം ഞാൻ തിരിച്ചു വരണമെന്ന്. കാരണം സാഹചര്യങ്ങളൊക്കെ എനിക്ക് അനുകൂലമായിട്ട് വന്നു. കുഞ്ഞിനെ ആണെങ്കിലും എൻ്റെ പാരൻസ് ഒക്കെ നോക്കാനും, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണെങ്കിൽ ലീവ് എടുത്ത് വന്ന് ഇവിടെ നിൽക്കാനും ഒക്കെ തയ്യാറായി. അപ്പം തിരുവനന്തപുരത്ത് വന്ന് മമ്മി 3-4 മാസം ഞങ്ങളുടെ കൂടെ നിൽക്കുകയും അങ്ങനെ ഞാൻ തിരിച്ച് വീണ്ടും ഗെയിമിലേക്ക് വരികയും ഇപ്പം ഞങ്ങൾ 1-2 ഓൾ ഇന്ത്യ ടൂർണമെൻറ്റുകളൊക്കെ നമ്മൾ വിൻ ചെയ്തു. അതുപോലെ നാഷണൽ ഗെയിംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നമുക്ക് 3rd place വന്നു. നാഷണൽസ് നമുക്ക് 2nd place വന്നു. അപ്പം ആ ഒരു ബ്രേക്ക് വന്നെങ്കിലും അത് ഏറ്റവും നല്ല സമയത്തായിരുന്നു, അത് ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു, ദൈവത്തിന് നല്ലൊരു പ്ലാൻ ആയിരുന്നു എന്നാണ് എനിക്കിപ്പം തോന്നുന്നത്. കുഞ്ഞ് ജനിച്ചതിന് ശേഷം 3 മാസം കഴിഞ്ഞപ്പോൾ മുതൽ വീട്ടിലെ ബാസ്കറ്റ്ബോൾ റിംഗ് ഉപയോഗിച്ച് ജീന ചെറിയ രീതിയിൽ പ്രാക്ടീസ് തുടങ്ങി. ഒരുപാട് പ്രതിസന്ധികൾ ഇതിനിടയിൽ ഉണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ടൈം ടേബിൾ പ്രകാരം മാത്രമായിരുന്നു ജീനയുടെ പ്രാക്ടീസ്. മോന് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് ഡേവ് ജോൺസൺ എന്നാണ്. അവനെ ലൂക്കാന്ന് വിളിക്കും. ഇതാണ് ഞങ്ങളുടെ കൊച്ചു കുടുംബം. പിന്നെ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ എല്ലാവരെയും പോലെ ഞാൻ ഒത്തിരി വെയിറ്റ് വെച്ചായിരുന്നു. നമ്മുടെ ഈ ഒരു പ്രൊഫഷൻ വെച്ച് നോക്കുമ്പോൾ വെയിറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പം ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. കാരണം എനിക്കിനി ബാക്ക് ടു ഷേപ്പിലേക്ക് വരാൻ പറ്റുമോ, അല്ലെങ്കിൽ കുഞ്ഞും കൂടെ ഉള്ളപ്പോൾ എനിക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അവന് ഒരു 3 മാസം ആയപ്പം മുതൽ പതുക്കെ ഞാൻ എക്സസൈസ് ഒക്കെ ആദ്യം സ്വന്തം സ്റ്റാർട്ട് ചെയ്തു. ഈ പറഞ്ഞ പോലെ വീട്ടുകാർ ഒത്തിരി സപ്പോർട്ടായിരുന്നു. എൻ്റെ മമ്മിയൊക്കെ ആണെങ്കിലും അവനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നതിനിടയ്ക്ക് അവൻ കരഞ്ഞിട്ട് തിരിച്ച് വന്ന് അവനെ ഉറക്കി വീണ്ടും പോയി ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ എങ്ങനെയൊക്കെയോ മറികടന്ന് പോകാനും നന്നായിട്ട് സ്വന്തം ചെയ്ത് ആ ഒരു വെയിറ്റ് ലോസ് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ പറ്റി. പിന്നെ അത് കഴിഞ്ഞ് ഇച്ചിരി ഒരു 4 മാസം 5 മാസമൊക്കെ ആയപ്പം ഞാൻ ട്രെയിനേഴ്സിൻ്റെ ഒക്കെ സഹായം എടുത്തു. അത് കഴിഞ്ഞ് ഒരു 7 മാസം 8 മാസം ആയപ്പോൾ ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ എടുത്ത് വന്ന് ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്ത് അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്ത് പിന്നെ ബാക്ക് ടു കോർട്ടിലേക്ക് വന്നത്. ആ സമയത്തൊക്കെ ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. എൻ്റെ 2 പാരൻസും, അതായത് എൻ്റെ പാരൻസും ഹസ്ബൻഡിൻ്റെ പാരൻസും
മമ്മിയും ഇവിടെ വന്ന് ട്രിവാൻഡ്രത്തേക്ക് വരുമായിരുന്നു. വയനാട്ടിലുള്ള അവർക്ക് ഇവിടെ അങ്ങനെ നമുക്കറിയാം ട്രിവാൻഡ്രം ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും, ചൂടും കാര്യങ്ങളും, അതുപോലെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ, അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹത്തിന് കൂടെ നിൽക്കാനായിട്ട് അവരതൊക്കെ സാക്രിഫൈസ് ചെയ്തു. എൻ്റെ കൂടെ വന്ന് മാസങ്ങളോളം ഇവിടെ ചെലവഴിച്ചു. അതുപോലെ തുടക്കത്തിലൊക്കെ മോനൊരു 9 മാസമൊക്കെ ഉള്ളപ്പം ഞങ്ങൾ ടൂർണമെന്റിനൊക്കെ അവനെ കൊണ്ടുപോകുമായിരുന്നു. എറണാകുളത്ത് ഒരു ടൂർണമെന്റ് ഉണ്ടായിരുന്നപ്പോഴും, അതുപോലെ കോയമ്പത്തൂർ ഒരു ടൂർണമെന്റ് ഉണ്ടായിരുന്നപ്പോഴൊക്കെ മോനെയും കൊണ്ട് ട്രാവൽ ചെയ്ത് പോകുമായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ടാണ് അവനെ ആ ടൂർണമെന്റ് സമയത്ത് വീട്ടിൽ നിർത്താറ്. കാരണം ഇപ്പോൾ 1.5 വയസ്സായി. അപ്പോൾ പിന്നെ അറിയാമല്ലോ, നമുക്ക് അവൻ ഓടിച്ചാടി നടക്കുന്ന സമയം ആയതുകൊണ്ട് ഇപ്പം ടൂർണമെന്റിനൊന്നും പോകുമ്പോൾ മോനെ കൊണ്ടുപോകാറില്ല, വയനാട്ടിലെ വീട്ടിൽ ആണ് നിർത്താറ്. പക്ഷെ അല്ലാത്ത പണ്ടെന്ന് പറഞ്ഞാൽ അവനൊരു 8-9 മാസം ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവനെ എല്ലായിടത്തും കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ പാരൻസിൻ്റെയും പിന്നെ പ്രത്യേകിച്ച് ഹസ്ബൻഡിൻ്റെയും ആ ഒരു സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു തിരിച്ചുവരവ് പറ്റിയത്. ശരിക്കും കുഞ്ഞുണ്ടായി എന്ന പേരിൽ ജീവിതം തകർന്നു എന്ന് ചിന്തിക്കുന്നവർക്കുള്ള തക്ക മറുപടിയുമായാണ് ജീന കളിക്കളത്തിൽ നിറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയം അതിനെ വേണ്ടായിരുന്നു എന്ന് ഒരിക്കലും തോന്നേണ്ടതില്ല. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പേരുകൾ പ്രസക്തമാകുന്നത്. അവരെല്ലാവരും അമ്മ ആയതിനു ശേഷമാണ് പ്രശസ്തിയിലേക്ക് ഉയർന്നത്. ജോലിക്ക് വേണ്ടിയും മറ്റ് സൗകര്യങ്ങൾക്കായും കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വയ്ക്കുന്നവരോട് ജീനയ്ക്ക് പറയാനുള്ളത് ഇതുതന്നെയാണ്. ഇപ്പം ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് ഒരു 2007-08 ഇപ്പോൾ ഓൾമോസ്റ്റ് 15 വർഷങ്ങളായി. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരിയേറെ കുറേ നല്ല നല്ല മൊമെന്റ്സ് മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് 1-2 മൊമെന്റ്സ് പറയാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് തന്നെ ഞങ്ങൾ സാഫ് ഗെയിംസ് വിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഇന്ത്യൻ ഫ്ലാഗ് പൊങ്ങി പോകുന്നത്, അതുപോലെ നമ്മുടെ ദേശീയഗാനം ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്ലേ ചെയ്യുന്നതും, ആ ഒരു മൊമെന്റ് ഇപ്പോഴും മനസ്സിലിങ്ങനെ എപ്പോഴും ഭയങ്കര മനസ്സിനോട് ചേർത്ത് പിടിക്കുന്ന ഒരു മൊമെന്റ് ആണ്. പിന്നെ രണ്ടാമതായിട്ട് 2015 നാഷണൽ ഗെയിംസ് കേരളത്തിൽ വെച്ചായിരുന്നു നടന്നത്, കണ്ണൂർ വെച്ച്. അപ്പോൾ അത് നമ്മുടെ കേരള ടീമാണ് വിൻ ചെയ്തത്. അപ്പം നമ്മുടെ നാട്ടുകാരുടെയൊക്കെ മുമ്പിൽ വെച്ച് അത് കളിക്കാനും, അതിനൊരു ഫൈനൽ കളിക്കാനും, അത് വിൻ ചെയ്യാനും, അതിനുശേഷം എല്ലാവരും എടുത്ത് പൊക്കുകയും കോർട്ടിന് ചുറ്റും നടക്കുകയും ഒക്കെ ചെയ്ത ഒരു മൊമെന്റ് ഒക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു ഫോട്ടോ അതുപോലെ നിൽക്കുന്നുണ്ട്. പിന്നെ വേറൊരു മൊമെന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും നല്ല പെർഫോമൻസ് എന്ന് പറയുന്നത് 2013 ഒരു സീനിയർ ഏഷ്യൻ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ ഇന്ത്യ ഒരു 5th പൊസിഷൻ വന്നായിരുന്നു ഏഷ്യയിൽ. അപ്പം ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇന്ത്യ 5th പൊസിഷൻ വരുന്നത്. അപ്പോൾ ഞാൻ ടീമിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതുപോലെ ലാസ്റ്റ് ഷോട്ട് എടുത്തതും ഞാനായിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു മനസ്സിനോട് ഏറ്റവും ചേർത്ത് വെക്കുന്ന മൊമെന്റ് ആണ്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, മോനെ കൊണ്ട് പോയിട്ട് കോയമ്പത്തൂർ വിൻ ചെയ്ത് കഴിഞ്ഞപ്പം ആ ഒരു ട്രോഫിയും, ഒരു കയ്യിൽ മോനെയും പിടിച്ചൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു സമയമാണത്. കളിക്കളത്തിൽ ജീന, ഗാലറിയിൽ കുഞ്ഞ് ഡേവ്. മാതൃദിനത്തിൻ്റെ അന്നാണ് ജീന ഡെലിവറിക്ക് ശേഷം ആദ്യമായി കോർട്ടിൽ ഇറങ്ങുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേരള ഗെയിംസ് വനിതാ ബാസ്കറ്റ്ബോൾ ഫൈനലിൽ വിജയിച്ചതിനു ശേഷം സ്വർണ്ണ മെഡലുമായി ജീന ഗാലറിയിലേക്ക് നീങ്ങി. തനിക്ക് കിട്ടിയ സ്വർണ്ണ മെഡൽ ഗാലറിയിലിരുന്ന 7 മാസം പ്രായമുള്ള മകൻ ഡേവിനാണ് സമ്മാനിച്ചത്. എത്ര വലിയ തിരക്കിനിടയിലും ജീനയ്ക്ക് പ്രാർത്ഥന മുഖ്യമാണ്. പ്രാക്ടീസിനിടയിലും ഒഴിവു സമയങ്ങളിലും, എന്തിനേറെ കളിക്കിടയിൽ ബോളുമായി പായുമ്പോൾ പോലും ജീന പ്രാർത്ഥിക്കാറുണ്ട്. പരാജയങ്ങളെ നേരിടേണ്ടി വന്നപ്പോഴെല്ലാം പ്രാർത്ഥന വളരെയധികം സഹായമായിട്ടുണ്ടെന്ന് ജീന പങ്കുവയ്ക്കുന്നു. ഒരു പ്രൊഫഷണൽ പ്ലെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത് നമ്മൾ വെറുതെ സ്കൂളിൽ കളിക്കുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ ഇച്ചിരി സീരിയസ് ആയിട്ട് തന്നെയാണ് ഇതിനോടുള്ള നമ്മുടെ അപ്രോച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ടൂർണമെന്റിന് പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻഷിപ്പിന് പോകുമ്പോഴും അതിൻ്റെതായ ടെൻഷന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്നെ സബ് ഇൻസിസ്റ്ററാണ് ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് മുതലേ ടീച്ചർ പഠിപ്പിച്ചു തന്ന 1-2 പ്രയറുകളൊക്കെ ഇപ്പോഴും ചൊല്ലിയിട്ടാണ്, ഏത് കളിക്ക് മുമ്പ് പോകുമ്പോഴും ചൊല്ലിയിട്ടാണ് പോവാറ്. അതുപോലെ എപ്പോഴും ചൊല്ലാറുള്ള 1-2, നമുക്കൊരു ഇച്ചിരി ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ധൈര്യക്കുറവൊക്കെ വരുമ്പോൾ, വിശ്വാസ പ്രമാണവും എത്രയും ദയുള്ള മാതാവും,
അതുപോലെ സങ്കീർത്തനങ്ങളും ഒക്കെ ചൊല്ലാറുണ്ട്. അതുപോലെ എല്ലാ കളിക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ വിശ്വാസത്തിന്റെ ശക്തി എന്ന് പറയുന്ന ആ ഒരു വചനഭാഗം എപ്പോഴും മർക്കോസ് 11 വിശ്വാസത്തിന്റെ ശക്തി എന്ന് പറയുന്ന ആ ഒരു വചനഭാഗം ചെല്ലാറുണ്ട്. പിന്നെ എപ്പം കളിക്ക് മാത്രമല്ല, എപ്പോൾ ടെൻഷൻ വന്നാലും എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഇതെനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു 6ലും ഒക്കെ പഠിക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞു തന്നതാണ്. പക്ഷേ ഇത് എപ്പോഴും ധൈര്യം തരുന്ന ഒരു വചനഭാഗമാണ്, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ഇതൊക്കെ ഒത്തിരി ഒത്തിരി എന്താ പറയുക, നമുക്ക് ഒത്തിരി സ്ട്രെങ്ത് തന്നിട്ടുണ്ട്. ഒരു കളിക്കാൻ വളരെ ക്രൂഷ്യലായിട്ടുള്ള സമയത്തൊക്കെ ഇത് ചൊല്ലിയിട്ട് എനിക്ക് എടുത്തു പറയാനാണെങ്കിൽ, നമുക്ക് ഫ്രീ ഷോട്ട് ഉണ്ട്, പെനാൽറ്റി കിക്ക് പോലെ ഫുട്ബോളിൽ ക്രൂഷ്യൽ സമയത്തൊക്കെ, അതായത് ഒരു ക്രൂഷ്യൽ ഫ്രീ ത്രോ എറിയണ സമയത്തൊക്കെ, ഫുട്ബോളിൽ പെനാൽറ്റി കിക്ക് പോലെയാണ് ബാസ്കറ്റ്ബോളിൽ ഫ്രീ ഷോട്ട്. അപ്പോൾ അതൊക്കെ എറിയണ സമയത്ത് വളരെ ടെൻഷനുള്ള സമയമാണെങ്കിൽ 1 സെക്കൻഡ് നിന്ന് എന്തെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് എറിയാറ്. അതുപോലെ എന്ന് വിചാരിച്ച് എല്ലാ കളിയും അത് പ്രാർത്ഥിച്ചു പോയതുകൊണ്ട് എല്ലാ കളിയും ജയിച്ചിട്ടുണ്ടെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ കളി തോറ്റിട്ടുണ്ടാവും. കളി തോറ്റു കഴിഞ്ഞാൽ കൂടി ആ ഒരു ചാമ്പ്യൻഷിപ്പിലെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് ഉള്ള അവാർഡ് ചിലപ്പോൾ എനിക്കായിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ പൂളിലെ നമ്മൾ ചെറിയൊരു ടീമിനോട് തോറ്റിട്ടുണ്ടാവും. അപ്പോൾ ആ തോക്കണ സമയത്ത് നമ്മൾ ദൈവത്തോടെ എല്ലാവരെയും പോലെ ഞാനും പരാതി പറയാറുണ്ട്, അയ്യോ എന്നാലും നീ തോപ്പിച്ചല്ലോ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടെന്നൊക്കെ പരാതി പറയാറുണ്ട്. പക്ഷേ ചിലപ്പോൾ ആ ടൂർണമെന്റിൽ ഫൈനൽ കളിക്കുന്നത് നമ്മളായിരിക്കും. അപ്പം അങ്ങനെ ദൈവം ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിലും അവസാനം എത്തുമ്പോഴത്തേക്ക് അതിനേക്കാളും വലിയ സർപ്രൈസസ് ദൈവം എപ്പോഴും തരാറുണ്ട്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒരു താഴേക്കൊന്ന് പോയി കഴിയുമ്പം ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കാറുണ്ട്, എന്തോ ഇതിലും വലുത് നല്ലതെന്തോ തരാനാണ് ഈ താഴേക്കുള്ള പോക്കെന്ന്. അപ്പൊ ആ ഒരു മെന്റാലിറ്റി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും. ഒരു മികച്ച കായിക താരത്തിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് പരിശീലനവും അർപ്പണ മനോഭാവവുമാണ്. സ്പോർട്സ് സ്കൂളിലെത്തിയ ജീനയ്ക്ക് ഏതൊരു കായിക താരത്തെയും പോലെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു തുടക്കനാളുകൾ. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും കഠിന പരിശീലനവുമെല്ലാം പഠനത്തോടൊപ്പം നേരിടേണ്ടി വന്ന വലിയ വെല്ലുവിളികൾ തന്നെയായിരുന്നു. ചെറുപ്പം മുതലേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു ബാസ്കറ്റ്ബോളിലേക്ക് വന്നപ്പോൾ മുതലേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഗോളുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ സ്പോർട്സ് ഡിവിഷനിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ബാസ്കറ്റ്ബോൾ അറിയത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജേഴ്സി ഇട്ട് കളിക്കണം, എൻ്റെ ഒരു നമ്പറുള്ള ജേഴ്സി ഇട്ട് കളിക്കണം, കണ്ണൂർ സ്പോർട്സ് ഡിവിഷനെ റെപ്രസെന്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് കേരള ടീമിന് വേണ്ടി കളിക്കണം എന്നുള്ളതായി. അത് കഴിഞ്ഞ് എനിക്ക് എങ്ങനെയെങ്കിലും ഇന്ത്യൻ ജേഴ്സി എനിക്ക് ഇടണം, ദേശീയ പതാകയുള്ളൊരു ജേഴ്സി എനിക്ക് ഇടണം, അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. അപ്പം അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ജേഴ്സി ഇട്ട് കളിച്ചു കഴിഞ്ഞപ്പോൾ 1-2 ടൂർണമെന്റ് ഒക്കെ കളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഇന്ത്യൻ ക്യാപ്റ്റനും കൂടെ ആയിക്കഴിഞ്ഞാൽ അത് ഞാനൊരു ഗോളായിട്ട് വെക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവം സഹായിച്ച് 2018 ഞാൻ ഏഷ്യ ഗെയിംസിലും അതുപോലെ വില്യം ജോൺസ് കപ്പ് ടൂർണമെന്റിലൊക്കെ ഇന്ത്യൻ ക്യാപ്റ്റനായി. അത് കഴിഞ്ഞ് 2019 ഒരു ഒളിമ്പിക് ക്വാളിഫയിങ് മാച്ച് ഉണ്ടായിരുന്നു മലേഷ്യയിൽ വെച്ച്, അതിൽ ക്യാപ്റ്റനായി. അത് കഴിഞ്ഞ് സാഫ് ഗെയിംസിൽ ക്യാപ്റ്റൻ ആവുകയും ചെയ്തു. അതിൽ ദൈവം നമുക്ക് ഗോൾഡ് മെഡൽ തന്ന് അത്രയും നമ്മളെ അങ്ങ് പൊക്കിക്കൊണ്ടുപോയി. അപ്പം അത്രയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ച്, ദൈവമേ നീ എല്ലാം തന്നു എന്നുള്ള രീതിയിലായി. പക്ഷെ അത് കഴിഞ്ഞ് ദൈവം അവിടെ നിർത്തിയില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ ഓസ്ട്രേലിയയിലെ ഒരു ലീഗ് കളിക്കാനും ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ഏറ്റവും മാക്സിമം ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ ദൈവം എന്നെ പുറത്ത് വിദേശത്ത് ഒരു ലീഗ് കളിക്കാനുള്ള ഒരു അവസരം കൂടി ദൈവം എനിക്ക് തന്നു. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, പ്രത്യേകിച്ച് പാരൻസിനോട് പറയാനുള്ളത്, നമുക്കറിയാം പൊതുവേ നമ്മളൊരു കൾച്ചർ എന്ന് പറയുന്നത് പിള്ളേർ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ അക്കാഡമിക്സ് മതി, അതുകൊണ്ടുള്ള ജോലി മതി, അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ വയനാട്ടിലെ ഏറ്റവും ഉള്ളിലേക്കുള്ളൊരു ഏരിയ ആണ് ഞങ്ങളുടെ വീടെന്ന് പറയുന്നത്. പന്തിപ്പോയിൽ, പടിഞ്ഞാറത്തറ പന്തിപ്പോയിലാണ് ഞങ്ങളുടെ വീട്. ഏറ്റവും സാധാരണക്കാരായ പാരൻസ് ആയിരുന്നു. അവർക്ക് സ്പോർട്സിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ക്രിക്കറ്റൊക്കെ ഇരുന്ന് കാണും എന്നല്ലാണ്ട് ബാസ്കറ്റ്ബോളിനെ കുറിച്ച് ഒന്നും ധാരണയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവർ ധൈര്യത്തോടെ ഞങ്ങളുടെ ഇഷ്ടം ഫോളോ ചെയ്യാൻ എന്നെ ആണെങ്കിലും അനിയത്തിനെ ആണെങ്കിലും വിട്ടു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇപ്പം KCBയിൽ ജോയിൻ ചെയ്തു. ഞങ്ങൾ രണ്ടും ഇപ്പം KCB ജീവനക്കാരാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ പാഷനായിട്ടുള്ള ബാസ്കറ്റ്ബോൾ ഞങ്ങൾക്ക് പ്രൊഫഷനായിട്ട് എടുക്കാൻ പറ്റി. അപ്പോൾ പാരൻസിനോട് പറയാനുള്ളത്, കുഞ്ഞുങ്ങളെ അടച്ചു വെക്കാതെ അവർക്ക് ഇഷ്ടമുള്ള അതിപ്പോൾ ഞാൻ സ്പോർട്സിലേക്ക് തന്നെ വിടണമെന്ന് പറയുന്നില്ല, ഏത് മേഖലയിലാണെങ്കിലും അവർക്ക് താല്പര്യമുള്ള മേഖലയിലേക്ക് വിടാനായിട്ട് പാരൻസ് ശ്രദ്ധിക്കണം. അതുപോലെ മക്കളാണെങ്കിലും അടഞ്ഞുകൂടിയിരിക്കാണ്ട്, ഇന്നത്തെ മക്കളെ നമുക്കറിയാം, എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നവരാണ്. നിങ്ങൾ കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങി കളിക്കാനും, നിങ്ങൾ എല്ലാവരും ബാസ്കറ്റ്ബോൾ കളിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഗെയിം കളിക്കാനും, അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഫിസിക്കൽ ഫിറ്റ്നസ് എങ്കിലും വരാനുള്ള, അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് നന്നായിട്ടിരിക്കാനുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളെല്ലാവരും ചെയ്യണമെന്നും അതിൽ പാരൻസ് അവരെ സപ്പോർട്ട് ചെയ്യണമെന്നും ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു അഡ്വൈസ് കൂടി ഞാൻ എല്ലാവർക്കും തരികയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ. തൻ്റെ ഒരു പാതി ജാക്സണും മറുപാതിയായി ബാസ്കറ്റ്ബോളും കൂടിയപ്പോൾ ജീന കയ്യെത്തി പിടിച്ച് കയറിയത് കേരളത്തിന്റെ ഹൃദയത്തിലേക്കായിരുന്നു. ഹായ്, ഞാൻ ജാക്സൺ, ജീനയുടെ ഹസ്ബൻഡും ലൂക്കുവിന്റെ പപ്പയും. ഞാൻ ജീനനെ പരിചയപ്പെടുന്ന സമയത്ത് ഇവള് ഇത്രത്തോളം വലിയൊരു
സ്പോർട്സ് പേഴ്സൺ ആണ് എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. സ്പോർട്സ് പേഴ്സൺ ആണെന്ന് അറിയാം, പക്ഷെ ഇത്രയും വലിയ റീച്ച് ഉള്ള ഒരാളാണെന്ന് പിന്നീട് സമയം കഴിയും തോറാണ് മനസ്സിലാക്കി വന്നത്. അങ്ങനെ കൊറോണ കാലത്തായിരുന്നു ഞങ്ങളുടെ കല്യാണവും. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരെ പങ്കെടുപ്പിക്കാനും പിന്നെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒത്തുകൂടാൻ അങ്ങനെ ഒരു പരിമിതമായ ഒരു സാഹചര്യമായിരുന്നു. എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞോണം വളരെ നന്നായിട്ട് തന്നെ നടത്താനും സാധിച്ചു. പക്ഷെ രണ്ടുപേർക്കും ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളായിരുന്നു. എനിക്കായാലും ജീനയ്ക്കായാലും നമ്മൾ പ്രതീക്ഷിച്ച അത്ര ലീവ് കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ വളരെ ചുരുങ്ങിയ ഒരു കല്യാണ ആഘോഷം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും ബിസി ലൈഫിലേക്ക് പോയി. ആസ് യൂഷ്വൽ ജീനയുടെ കളിയിലേക്ക് തിരിച്ചുപോയി, ഞാൻ എൻ്റെ ഓഫീസ് തിരക്കുകളിലേക്കും. പിന്നെ അങ്ങനെ അപ്രതീക്ഷിതമായി ദൈവം നമ്മുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. അത് ഇവളുടെ ഒരു സ്പോർട്സിന്റെ കരിയറിന്റെ ഒരു പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു അനുഗ്രഹം ദൈവം തന്നത്. അപ്പൊ നമ്മളത് വളരെ സന്തോഷപൂർവ്വം അതിനെ സ്വീകരിച്ചു. പിന്നെ അതിനുശേഷം പുള്ളിക്കാരത്തിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു തിരിച്ചു വീണ്ടും കോർട്ടിലേക്ക് ഇറങ്ങണം എന്നുള്ളത്. അതിനുവേണ്ടി ജീന ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഇത്ര എത്തിയത്. ഫാമിലിയുടെ ഭാഗത്തു നിന്നായാലും എല്ലാ റിലേറ്റീവ്സിന്റെ ഭാഗത്തു നിന്നായാലും ഒരു ചോദ്യമായിരുന്നു, ഇനി ഇത്രയും ഒരു കൊച്ചിനെ ഇട്ട് ഇവള് പോണത് എത്രത്തോളം പോസിബിൾ ആയിരിക്കും എന്നുള്ളത്. പക്ഷെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരത്തി. അങ്ങനെ അറ്റ് ലാസ്റ്റ് എന്താ പറയുക, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഫസ്റ്റ് കളി എറണാകുളത്ത് കളിക്കാൻ പറ്റിയത്. ദൈവാനുഗ്രഹിച്ച് അതിനകത്തൊരു പൊസിഷൻ 3-on-3 ആണ് കളിച്ചത്. അതിലൊരു പൊസിഷൻ വരാൻ സാധിച്ചു. പിന്നീട് അങ്ങോട്ട് തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ടും ഇവളുടെ ഹാർഡ് വർക്ക് കൊണ്ടും ഒരുപാട് ഗെയിംസ് കളിക്കാനും ഇപ്പൊ റീസെന്റ് പഞ്ചാബിൽ നമ്മൾ വിന്നേഴ്സ് ആവുന്നവരെ പുള്ളിക്കാരത്തിക്ക് സാധിച്ചു. നമ്മളെല്ലാവരും ഒപ്പം തന്നെയുണ്ട്, ഫാമിലി വൈസ് ആയാലും ഫ്രണ്ട്സ് വൈസ് ആയാലും. ആളുടെ ആഗ്രഹത്തിന്റെ പിന്നാലെ കളിക്കാൻ സാധിക്കുന്ന അത്രയും കാലം കളിക്കാൻ പറ്റട്ടെ എന്നുള്ള ഒരു പിൻബലത്തോടു കൂടി ഞങ്ങളെല്ലാവരും ആളെ സപ്പോർട്ട് ചെയ്ത ആളുടെ കൂടെ തന്നെയുണ്ട്. ആത്മാഭിമാനത്തോടെ കോർട്ടിൽ ബോളുമായി ജീന ഓടുമ്പോൾ ഓരോ മലയാളിക്കും അഭിമാനിക്കാം, ഇത് ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയാണെന്ന് ഉറക്കെ വിളിച്ചു പറയാം. ഗ്യാലറിയിലേക്ക് നോക്കി ജീന പുഞ്ചിരിക്കുന്നത് അവിടെ ഇരിക്കുന്ന മകൻ ഡേവിനോട് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരോടുമാണ്. ജീനയുടെ ജീവിതത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് മറ്റൊരു എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.